ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു കുടുത റോസ്റ്റ് പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് കഴുകി കായൊക്കെ പുരട്ടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊരിച്ചെടുത്തായിരുന്നു. നല്ല ഫ്രൈ അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ ഞാനത് ഓയിലിട്ട് നന്നായി പൊരിച്ച് മാറ്റിയിട്ട് അതിൽ ഞാൻ ഇതിലേക്ക് ഞാൻ സബോള, ഉള്ളി, കറിവേപ്പില, തക്കാളി അങ്ങനെയെല്ലാം ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചട്ടിയിലാണിത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ചട്ടിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചു. ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ, നന്നായി ചൂടായിട്ട് വേണമല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയും വേണം, വീഡിയോ എടുക്കുകയും വേണം. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കറിവേപ്പില 2, 3, 4, 5 അല്ലി ഇട്ട് കൊടുത്തായിരുന്നു. അതൊന്ന് ചെറിയ ഇങ്ങനെ ഒരു മൂത്തിങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി, അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിലേക്ക് ഒപ്പിട്ടായിരുന്നു. ആ കറിവേപ്പിലയുടെ ഒപ്പം തന്നെ ആ ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ കുറച്ച് സബോള ഉണ്ടായിരുന്നു. സബോള എടുത്ത് ഞാൻ അപ്പം തന്നെ അതിലിട്ടായിരുന്നു. അത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടത്, ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റാൻ വേണ്ടി വെച്ചു. അതായത് ഇങ്ങനെ നന്നായിട്ട് ഒരു ഇത്തിരി ഓവർ ബ്രൗൺ ഷെയ്ഡ് ആവാനല്ല, എന്നാലും ഒന്ന് ഇങ്ങനെ ഒന്ന് എന്താ അതിനെ പറയുക, അങ്ങനെ ഒന്ന് വരണ്ടല്ല വഴറ്റി വരാൻ വേണ്ടി വെച്ചു. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സവോളയൊക്കെ ഇങ്ങനെ ഒരു ഇത്തിരി നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കിയിട്ടില്ല കേട്ടോ. നന്നായി വഴറ്റി എല്ലാം സെറ്റായതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുത്താണ്. ഇങ്ങനെ നന്നായി ചതച്ചിട്ടില്ല, അങ്ങനെ ക്രഷ് ചെയ്തെടുത്തത്. അത് ഞാൻ കുറച്ച് നേരം ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുത്ത് അപ്പം തന്നെ നന്നായിട്ട് നല്ല ഇതായിട്ട് അതിനെന്താ പറയുക, ശരിക്കും വഴറ്റുക. നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ മണമൊക്കെ പോയി, ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ട് തക്കാളി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല മണമാണ് ഈ സമയത്തൊക്കെ, നല്ല. കാരണം നമ്മൾ പച്ച മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ സ്മെല്ല് തന്നെ വരുമല്ലോ നമ്മുടെ കറിയല്ല, റോസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക. തക്കാളി നന്നായി വഴറ്റിയിട്ട് അതിങ്ങനെ തക്കാളിക്ക് നന്നായി ഉടയണം, ഇങ്ങനെ ജ്യൂസി പോലെ ആവണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലോട്ട് ഞാൻ തക്കാളി എല്ലാം സെറ്റായി, തക്കാളി സവോളയും എല്ലാം കൂടി സെറ്റായപ്പോൾ ഞാൻ കുറച്ച് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് അളവൊന്നും ചോദിക്കരുത്, കറക്റ്റ് ഒരു ഏകദേശം എൻ്റെ ഒരു കൈക്കണക്കിൽ ഞാനിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അളവ് എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട്, മുളക് പൊടി ഞാൻ കുറച്ച് ഓവറായിട്ടില്ല, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അധികം എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കുഞ്ഞിനൊക്കെ കൊടുക്കണ്ടല്ലേ. അപ്പോൾ ഞാൻ 2 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയുടെ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്ത്. നമ്മൾ റോസ്റ്റ് വെക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ആ പച്ച മസാലയുടെയും അതുപോലെ ആ പൊടികളുടെയൊക്കെ മണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത്, നന്നായിട്ട് കുറച്ച് നേരം നന്നായി ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് തൈരുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഈ വെള്ളമൊന്നും ഒഴിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാനത് കാരണം അത് നന്നായി ഇങ്ങനെ ഇളക്കി സെറ്റായതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചായിരുന്നു. ഒരു അധികമൊന്നും ഒഴിച്ചില്ല, കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് തൈര് ഞാൻ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അത് ഇളക്കി മിക്സാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് സെറ്റായി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത്, തൈര് വെച്ചപ്പോൾ കുറച്ചൊരു ഇത്തിരി പുളി പോലെ വന്നപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തൈരൊക്കെ കൂടി മിക്സ് ആയതിൻ്റെ ശേഷം ഞാൻ എടുത്തിട്ട് അത് കുറച്ചൊന്നും ഇങ്ങനെ ചൂടായിട്ട് തൈരും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീൻ, ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫ്രൈ ചെയ്ത മീൻ ഞാൻ ഡയറക്റ്റ് അതിലോട്ട് ഇട്ട്.
ഡയറക്റ്റ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ മീനിലോട്ട് ആ മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് എല്ലാം സെറ്റായിട്ട്, അതായത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, എന്നാലാണല്ലോ ആ മീനിലോട്ടൊക്കെ എല്ലാം പിടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ എന്താക്കി, കുറച്ച് നേരം അത് മൂടി വെച്ചിട്ട്, കുറച്ച് നേരം, ഒത്തിരി നേരം, അധികം നേരം എന്നിട്ട് 5-10 മിനിറ്റൊക്കെ മൂടി വെച്ച് ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച്, പിന്നെ അത് ഓഫാക്കി, തീ ഓഫാക്കി. അപ്പോഴത്തേക്കും നല്ല അടിപൊളി കുടുതയാണെന്ന് തോന്നുന്നു, കുടുതയാണോ മീനിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അത് നല്ല അടിപൊളി റോസ്റ്റായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ കറിയൊന്നും നമുക്ക് വേണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ചാളക്കറി ഉണ്ടായിരുന്നു, ചാള മുളകിട്ട കറി ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷേ ഈ കറി തന്നെ കൂട്ടിയിട്ട് നമുക്ക് ചോറിനാൻ പറ്റുന്നു. കാരണം നന്നായിട്ട് നന്നായിട്ട് ഈ സാധനത്തിൽ ഈ തൈരും ഇതെല്ലാം മസാലകളെല്ലാം കൂടി മീനിൽ നന്നായി പിടിച്ച് അത് മൂടി വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും അതിലൊന്നും കൂടെ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ട് അത് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ മസാല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മൂടി വെച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ ഉച്ചയ്ക്ക് അത് കൂട്ടിയിട്ടാണ് ചോറുന്നത്. ആ അരിയിലൊക്കെ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മീനിൻ്റെ വെളിച്ചെണ്ണ എല്ലാത്തിൻ്റെ വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം കൂടി ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും ഞാൻ മൂടി വെച്ചിട്ട് വീണ്ടും ഞാൻ മൂടി തുറന്നിട്ട് വീണ്ടും ഇളക്കിയായിരുന്നു. കാരണം വേറെ ഒന്നും ആയിട്ടില്ല, അതിന് കണ്ട ആ എണ്ണയും ഇതൊക്കെ ഒന്നും കൂടി ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.